ഞങ്ങള് തട്ടിക്കൊണ്ടുവന്ന് ഓരോ തട്ടിക്കൊണ്ടുവന്ന് നമ്മളെ ഈ ചാനല് 1 മില്യൺ ആയപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു സമ്മാനം കൊടുക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ 1 ലക്ഷം വ്യൂ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഞാൻ 5000 രൂപ ഗൂഗിൾ പേ ചെയ്തു തരും. അപ്പം എനിക്ക് വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യുക. എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ വിന്നർ ആവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു സമ്മാനമാണ്. സോ ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇത് സെൻട്രൽ ഏഷ്യയിലുള്ള ഡെഡ് ലോക്ക്ഡ് കൺട്രി. ഇവിടെ നിന്ന് തഷ്കന്തിലാണുള്ളത്. ഞങ്ങളിന്ന് ഒറ്റ മൈൻഡ് അല്ലേ, ഞാൻ ഒറ്റക്കല്ല, സഹലുണ്ട്. ഞങ്ങളൊരു കുത്തിക്കയ്പ്പാണോ എന്താണെന്നറിയില്ല. ഞങ്ങൾ ഒരൊറ്റ മൈൻഡിലൊരു കാര്യം ചെയ്യാൻ തോന്നി, അതൊന്ന് ചെയ്യാണ്. ഇന്ന് ഏകദേശം ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 350 കിലോമീറ്ററിന് മുകളിലോട്ടുണ്ട്. പൊതുവെ ഇവിടുന്ന് ട്രെയിനിൽ കയറിയിട്ടല്ല എല്ലാവരും അങ്ങോട്ട് പോകുന്നത്. അതായത് കിർഗിസ്ഥാൻ ബോർഡറിലോട്ട് ആൻറ്റിജൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഒറ്റ മൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ 1 രൂപ പോലും മുടക്കൂല. എന്ത് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹിച്ചേക്ക് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ചിട്ട് പോകണം എന്നാണ് ഞങ്ങളൊരാഗ്രഹം. അപ്പം ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ആ മേലെ കൂടെ പോകണമെന്നാണ് ഹൈവേ. ആ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വണ്ടി കിട്ടേക്കോ. ഒറ്റ മൈൻഡിൽ പോവുകയാണ് ഹിച്ചേക്ക് ചെയ്തിട്ട്. നോർമലി വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു ടാക്സി വിളിച്ച് പോകണമെങ്കിൽ 6 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എത്ര മണിക്കൂർ എടുക്കും? കൂടുതലെടുക്കും. അപ്പം സമയം ഇപ്പം 9 മണിയേക്കിന്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഓം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഓക്കെ, വയറൊക്കെ ഫുള്ള്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒറ്റ മൈൻഡാണ്. സോ ആദ്യം എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കട്ടെ. എനിക്ക് എന്തായാലും ഭാഷ അറിയില്ല. ഓന് ഒരു അകത്തെ ശതമാനം അറിയാം. 50% ഭാഷ എല്ലാം അറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അപ്പുറത്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്കുള്ള സ്ഥലം കിട്ടും. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ആൻറ്റിജൻ. Не надо. Не, я не оплатил, я... Сколько даю? Бесплатно, бепол. Бепол? Да. Садись, отвезу. Не надо деньги. Не надо деньги. Садись, пошли. വെറുതെ പറയാ. Алло, пошли. Слово закон. Не надо деньги. എടാ വെറുതെ പറയാ. അത് വെറുതെ പറയില്ല, തമാശ പറയുന്ന. ബസ്, ആ ബസ്സാണത്. Autobus. Такси. Такси. Не надо, да? Сколько даю? Шутка, сколько даю? Не даешь. വാ 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 വാ. Честно слово, сколько Ага, они блогер, они... വേണ്ട വേണ്ട വേണ്ട, അത് പറഞ്ഞു കൊടുക്കണ്ട. Или грузовый. ഇത് Бесплатно. ഈജിപ്തിലെല്ലാം പോയ പോലെയാ, തട്ടിപ്പാണ്. വാ, Бесплатно будет. Прескон, бесплатно. റഹ്മത്ത് സീനിവിടെ. ഇവരാദ്യമായിട്ട് ഇച്ചേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇവനിത് അറിയില്ലാന്ന് തോന്നുന്നുണ്ട്. ഫ്രീ ആയിട്ട് ടാക്സിക്കാരൻ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങള് തട്ടിക്കൊണ്ടുവന്ന്. Друг встречает тебя, Да, да? там друг из меня. Все, он тоже поедет? Да, да, да. Вот машина готова. Не надо, машина не надо. Что надо? Я Давай, слушай. бесплатно пойду. Бесплатно? Да. Все бесплатно повезет? Когда выходишь плотно? ഇതെന്തത്? രണ്ടാക്ക് വന്ന ആൾക്കാരൊക്കെ ഇറച്ചി വെട്ടുന്ന ബീഫ് കട്ട് എന്താണ് തോന്നുന്നു. ഇവിടുന്ന് രക്ഷപ്പെടാം. Блогер мısın? ആ ബ്ലോഗർ. അസ്സലാമു അലൈക്കും. Mal ettim de avarını. Niyet. Eşkıya mı? Aa. Kaka git ya. Peşatçılara Güzel yedik. Güzel. Valla. Dostluk var. Niyet. എന്റെ പൊന്നു,
Ne oldu? ഓടിക്കോ വേണ്ട. ഓടി രക്ഷപ്പെടാ guys. പറഞ്ഞ് മനസ്സിലാക്കണം. എന്താ പറഞ്ഞേ? ഏ? എന്താ പറഞ്ഞേ? വേണ്ട, നിങ്ങൾ ഇറങ്ങിയിട്ട് പറ്റെങ്കിൽ പൈസ തന്നാ മതി എന്നൊക്കെ. ആടത്തിരി പൈസ വയ്ക്കുവേ. അതല്ല പൈസ നല്ല കയ്യിലില്ലേ? ഉണ്ട്. അല്ലോ എത്ര ആൾക്കാരാണ് കൂടി. ഈ എന്താ പറഞ്ഞേ? ടാക്സി കൈ കാണിച്ചു പോകുന്നോ? ആ. പിന്നെ ലാസ്റ്റ് വർക്ക് മനസ്സിലായി സംഭവം. എന്ത്? ആ അങ്ങനത്തെ ടീമല്ലേ എന്നാ പൈക്കുന്നത്. ഗൈസ് ഭയങ്കര ഫണ്ണല്ലായിരുന്നു. ഞങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നില്ല. എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ബാഗില്ലേ തൂക്കിയെല്ലാം പിടിച്ചിട്ട് അങ്ങോട്ട് നടക്ക്. പോലീസുകാർ കൊണ്ടുപോകുന്നവരെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഗൈസ് നമ്മൾ വന്ന് പിന്നെ ലോറി നിരത്തിയിട്ടിരിക്കുന്ന ഒരു ഏരിയയിൽ വന്ന് അവിടെ വന്നപ്പോൾ കുറേ ലോറി ഉണ്ട്. അപ്പോൾ ചോദിക്കാൻ പോയിക്കുന്നു ഇങ്ങനെ ഞങ്ങൾക്ക് ഹിച്ച് ഹൈക്കിൽ അവിടെ വരെ പോകാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ടോ? അവന് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. ब्लॉगर या बेस्ट कौन बोले या तो जो प्राइस सामान को हां откуда сам сам откуда Индостан Сейчас, да, надо грузить, там на дороге на Самарку. ага Потом сейчас придут после где-то 2 часа. 2 часа ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ ആൻറ്റിൽ? другой машина есть Машина есть, но не грузовой. Это ушли. Пойдет? Если пойдет, покажет. хорошо Там стоянка есть. не это не надо такси не надо я Зачем? бесплатно буду бесплатно. да они я блогер да Да. на YouTube я пешком Сомец пешком грузовик бесплатно ты понял да да общий 28 страна 28? да Серьезно? да серьезно Молодец. Молодец. എന്താ പറഞ്ഞേ? ഇവിടുന്ന് ആരും പോണില്ല. മൂപ്പര് വരും പക്ഷെ മൂപ്പർക്ക് എന്തോ ലോഡ് ഇറക്കാനുണ്ട് 2 മണിക്കൂർ Просто я сейчас иду на склад таможни, да? Не пускает с пассажиром. Если ты ждешь здесь, после, наверное, 2 или 3 часа приду. 2-3 മണിക്കൂർ കഴിഞ്ഞാൽ മൂപ്പര് ലോഡ് ഇറക്കി തിരിച്ചു വരുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടാവുക? നോക്കി നോക്കണം. താങ്ക് യു റഹ്മത്ത്. Спасибо. പസീബ്. ആദ്യത്തെ ആള് നല്ല ആളേനു, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഓഫർ കിട്ടിയില്ല ഗൈസ്. നമുക്ക് കയറി പോകാൻ വേണ്ടി പറ്റില്ല. പുള്ളി ഇനി 2 മണിക്കൂർ ഇവിടെ പുള്ളീൻ്റെ ലോഡ് ഇറക്കിയതിന് ശേഷം വണ്ടിയിൽ ലോഡുണ്ട്, അത് ഇറക്കിയതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം തിരിച്ച് പുള്ളി പോകും. ഇല്ലെങ്കിൽ ഈ വണ്ടിയിൽ ഇങ്ങനെ നമുക്ക് പോവുകയാണ്. അടുത്താളോട് ചോദിക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ തപ്പാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് പലരോടും ചോദിച്ച് ഒന്നും നടന്നില്ല. ഇവിടെ മുന്നിൽ ലോറി ഇട്ടിക്ക് ഇതാണ് നമ്മളൊരു പൊസിഷൻ കണ്ടുപിടിച്ചത്. ഇവിടുന്ന് ചോദിക്കാന്നുള്ളത് എന്താ പറയുക, പെട്രോൾ പമ്പിലാണല്ലോ, അപ്പോൾ ആരെങ്കിലും എല്ലാം വരുമല്ലോ ആ ഒരു പ്രതീക്ഷയിൽ മുന്നിലൊരു വണ്ടി നിർത്തിയിട്ടുണ്ട്. അതാണിപ്പം ഞങ്ങളെ പ്രതീക്ഷ, കയറാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അപ്പോൾ ട്രൈ ചെയ്യാം. സിഗ്നൽ ഉണ്ടല്ലേ അവിടെ? ഓക്കെ. മുന്നിൽ കുറേ ലോറി നിർത്തിയിട്ടേക്ക് നമുക്ക് എല്ലാവരോടും ചോദിച്ച് നമ്മളിന്ന് നേടും ഗൈസ്. പക്ഷെ ഞങ്ങൾ ചാവും ഗൈസ്. നോക്ക ഗൈസ്, അടുത്ത ഡ്രൈവറോട് ചോദിച്ചോ കേട്ടെ. ഇതിൽ ആളുണ്ടായാൽ മതി. ഉറങ്ങുന്നവനൊന്ന് തട്ടിക്കൊടുത്തിട്ട് വിളിക്കണ്ട, അടി കിട്ടും. ഇല്ല, ഉറങ്ങുന്ന ആളില്ല, വണ്ടിയിൽ ആളേ ഇല്ല ഗൈസ്. മടുത്തു ഗൈസ്. സംഭവം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. ഒന്നാമത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പിന്നെ നമ്മൾ ഉദ്ദേശിച്ച റോഡ് എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും ടൗണ് വിട്ടിട്ട് ഹൈവേയിലോട്ട് കയറിയിട്ടില്ല. ഇവിടുന്നും ആൻറ്റിജലിലോട്ട് പോവുക, മെയിനായിട്ട് ആൻറ്റിജലിലോട്ടാണ് ആൾക്കാർ പോവുക. അപ്പോൾ കുറച്ചുകൂടി അപ്പുറത്ത് പോയാലാണ് ഹൈവേ കിട്ടാൻ തോന്നുന്നത്.
ആ ഇരിക്കോ. എന്താ പറഞ്ഞേ? ഒരു റോഹത് ഗ്രൂപ്പ് ഒരു 2 കിലോമീറ്റർ കൂടെ നടക്കണം പറഞ്ഞു. അവിടുന്ന് ജംഗ്ഷനാ, അവിടെ വണ്ടി കിട്ടുമെന്നാ പറയുന്നത്. ഓ അവിടെയാണ് ട്രെയിൻ ജംഗ്ഷൻ. ഞാനിപ്പോൾ മാപ്പിൽ നോക്കി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 2 സ്ഥലത്തോട്ട് പോവാം. ആൻറ്റിസൺ തിരിയുന്നത് ഒരു ഞങ്ങളുടെ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുന്ന റോഡ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്താ പറയുന്നത്? അവര് വീട്ടിൽ നിന്ന് ഇത് കാണലുണ്ട്. സിനിമ ഷാറൂഖ് ഖാനാ. പിന്നെ എന്താ പറയാ, നിങ്ങളുടെ മെഡിസിൻ നാട്ടിൽ ഭയങ്കര പൈസ അധികമാണ് മെഡിസിനോ? പഠിക്കാൻ. Вот этот Шохрахан, этот богатый живет, да? Да, на столице Дели. Это другой страны, у меня другой. Где живет? Я живу в Керala. Это южной страны. Керала. Да. Дели далеко, столица. Столица. Да. А у вас не столица? Не. നമ്മളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. എവിടെ വീട് ചോദിക്കും? Дома где ты? Где живу? തഷ്കന്ത്. Город. Где придут сейчас? Там прямо. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ കുറച്ച് ദൂരത്തേക്ക് ഒരു വണ്ടി കിട്ടി. അപ്പോൾ അതിലുള്ള അമ്മച്ചിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 15 കിലോമീറ്ററിലെല്ലാം കിട്ടിയിട്ടുള്ളൂ. അപ്പം ഹൈവേയിലെത്തും. അപ്പോൾ ഹൈവേയിൽ നിന്ന് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗൈസ് ആദ്യത്തെ വണ്ടിക്കാരൻ ഞങ്ങളെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ഇനി ഇത് എങ്ങോട്ട് പോകും എങ്ങോട്ട് പോകണ്ടെന്ന് അറിയില്ല. എന്തായാലും ഈ റോഡ് ആൻറ്റിജനിലോട്ടാണ് പോണത്. ഇപ്പം നോമാൻസ് ലാൻഡിൽ പോയി നിർത്തിയിട്ടില്ലേ. വരുന്ന ലോറിയൊന്നും ഇവിടെ നിർത്തൂല, പറന്നു ലോറി കൈ കെട്ടിയാൽ മതി. ഇയാളെന്താ പറഞ്ഞപ്പോ? ഫെർഗാന. ആ അല്ല, നമ്മള് ഇപ്പൊ വന്ന കാറിന്റെ പുറകിലൊരു ഇത് കണ്ടില്ലേ? നമുക്ക് ലോറിക്കാരനെ ചെയ്യാട്ടാ. നമ്മള് കൈ കാട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഹൈവേയില് നല്ല സ്പീഡിലാണ് വണ്ടികൾ പോണത്. അതുകൊണ്ട് ആർക്കും നിർത്താൻ പറ്റുന്നില്ല. വേണ്ട എടാ ലോറീൻ്റെ മുന്നിൽ കയറിക്കല്ലേ. ഇവൻ ജീവൻ വിട്ടിട്ടുള്ള പരിപാടിയാ. എനിക്ക് പേടിയാണ് ഇവൻ്റെ. ഇവൻ ചാടി മുന്നിലെല്ലാം ചാടി കയ്യായിട്ടുണ്ട്. ഈ ലോറി ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നതാണ് ഇപ്പോൾ ഒരു ഡൗട്ട്. സമയം എന്തായി അറിയോ? 11 മണിയാവാനായി. 10:45. ഇതുവരെ ഞങ്ങൾക്ക് എത്ര കിലോമീറ്റർ നമ്മൾ ഡിസ്റ്റൻസ് കവർ ചെയ്ത്? ഒരു 15, 20, 25 കിലോമീറ്റർ നമ്മളായി. 350 25 വർഷം കഴിഞ്ഞ് 325 കിലോമീറ്റർ ഉള്ളൂ. കൂൾ, വേറെ കൂൾ. ഗൈസ് ആൻറ്റിജൻ ഒരു ലോറിക്കാരൻ നിർത്തിയിരിക്കുന്നു. അപ്പ ആൻറ്റിജൻ അപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അക്കാന്ന് പറയുന്നുണ്ടേ. അപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി മാറി. എന്താ അറിയടാ, ഈ സ്പീഡാ പ്രശ്നം. നമ്മൾ ഈ ആള് ലെഫ്റ്റ് തിരിയുന്ന സ്ഥലത്ത് പോയാല് അയാൾ എങ്ങോട്ടാന്ന് പറഞ്ഞേ? അല്ലേ വേറെ റൂട്ടിനെ പറഞ്ഞു. പോണ വൈക്കുള്ള കയറിയാതേനു. അതിലാളുണ്ട്. അടുത്ത സെറ്റ് ചെയ്താൽ നോക്കാലോ നമുക്ക്. അയാൾ പറഞ്ഞ സ്ഥലം നമ്മളെ ഇറക്കി വിട്ടില്ലേ കാറുകാരെ, അയാൾ പറഞ്ഞ സ്ഥലം. ഭാഷ അറിയാത്തോട്ട് ലോറിന്റെ പുറകിൽ എനിക്ക് ഓടാൻ വേണ്ടി പറ്റില്ല. എടാ ആ വണ്ടി എങ്ങോട്ടാ പോണ അങ്ങോട്ട് നമ്മൾ കയറും. ഭാഷ അറിയാത്തോണ്ടുള്ള പ്രശ്നമാണ് ഗൈസ്.
അതെവിടെയാ? ദർഗാ അടുത്ത കാൻഡിഡേറ്റ് പറഞ്ഞാൽ ആ ആൻറ്റി ചെന്ന് എടുത്താ. അസ്സലാമു അലൈക്കും. എടാ ഈ വേഗം വിടി, വേഗം വിടി. എടാ വേഗം വേഗം. Naga snimi, naga snimi. ഇത് പിടി. ബാഗ് ചെരുപ്പാട് അയച്ചത്. ആ അതായി. Спасибо. Откуда? ഹിന്ദുസ്ഥാൻ. Индистан? ആ Что будешь делать там, Андижан? Андижан, друг есть друг. Друг? Какой хуй друг будет? Там учится. Андижане. Учится? Может быть, да. Тебе имя? А мне имя зачем тебе нужно? Бas только. ഫൈനലി ഗൈസ് കിട്ടി. കിട്ടി. അതായത് ആൻറ്റിജനിലോട്ടല്ല, ആൻറ്റിജൻ്റെ തൊട്ടടുത്തുള്ള ടൗണിലോട്ട്. അവിടുന്ന് ആൻറ്റിജനിലേക്ക് ഒരു 40 കിലോമീറ്റർ ഉണ്ടാവും. ഒക്കെ നോക്കാം. ഞാൻ നിന്നോട് സംസാരിക്കുന്ന പോലെ വീഡിയോ എടുക്കാം. നമ്മളാള് കുറച്ച് ചൂടനാണ് ഗൈസ്, നമ്മളെ ഡ്രൈവർ അണ്ണൻ. വീഡിയോ ഒക്കെ എടുക്കണ കണ്ടേ ഞാൻ മൂപ്പര് തല്ലി. ഒരു വെല്ലിപ്പാണ്, വെല്ലിപ്പ ആള് സീനാ. ഞങ്ങൾ എത്ര മണിക്ക് എത്തുന്നു. പിന്നെ വേറെ എന്തൊക്കെയാ, ഫുള്ള് കോമഡി വിറ്റാണ്. റോട്ടിൽ ആരെങ്കിലും പതുക്കെ പോയാ ഓരോരുത്തർ വിളിച്ച് കൊല്ലും പോയി. രസമുണ്ട്, കുഴപ്പമില്ല. കാഴ്ചകളൊക്കെ അടിപൊളിയല്ലേ. ഞാൻ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ക്യാമറ പൊക്കിയ മൂപ്പര് നമ്മളെ ഇറക്കിയെടുപ്പോ. ഒന്നുകൂടി കമ്പനി ആവട്ടെ. Красиво, да? Какой вы красивый, там холодно, блин. ഫോണിലെടുക്കല്ലേ ക്രസീവ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ നല്ല ഭംഗിയുണ്ട്. അമ്മോ ഹൈവേ എന്തല്ല നല്ല വൃത്തിയില്ലേ, ഒരു രക്ഷയില്ലേ ഗൈസ്. നമ്മൾ ഇന്നലെ പോയ ആ മലനിരകളാണോ അത്? അല്ലേ, അത് കിർഗിസ്ഥാൻ സൈഡാണ് കാണുന്നത്. ഉസ്ബെക്കിസ്ഥാൻ ഏതൊക്കെ ലാൻഡ് ബോർഡർ ഉണ്ട്? കസാക്കിസ്ഥാൻ ഉണ്ട്, തജിക്കിസ്ഥാൻ ഉണ്ട്, തുർക്ക്മെനിസ്ഥാൻ ഉണ്ട്, തജിക്കിസ്ഥാൻ ഉണ്ട്. 4 കൺട്രി ഉണ്ട് അല്ലേ. അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, 5 കൺട്രി ഉണ്ട്. ഓ 5 കൺട്രി ആയിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്. അങ്ങ് ദൂരെ ട്രെയിൻ പോണാണ് നോക്കി. ട്രെയിൻ അതിലേ പോന്ന്, നമ്മൾ ഇതിലേ പോകുന്നു. ട്രെയിൻ പോകുന്ന നല്ല ഭംഗി. കുറച്ചുകൂടി കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് വേറെ ലെവലിലോട്ട് എത്തുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണിച്ചത്. ഇവിടെ ഒരാൾ പണിയെടുത്തൊക്കെ എല്ലാം അടുപ്പിച്ചൊക്കെ. ഭാവിയിലെ ഡോക്ടറായിരുന്നു. ഇയാൾ ഏതോ ഒരു ഫാക്ടറി കൊണ്ടുവന്നിട്ട് ഞങ്ങളെ പഠിപ്പിച്ചോണ്ട്. ഗൈസ്, നമ്മളെ യാത്രയിൽ പിന്നീട് സംഭവിച്ചത് ഞങ്ങളെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മളെ ഡ്രൈവർ കാക്ക പകുതി എത്തിയപ്പം പറഞ്ഞ് ഞാനൊരു ഫാക്ടറിയിലോട്ട് വണ്ടി കയറ്റുകയാണ്, ഒരു 10 മിനിറ്റ് കൊണ്ട് കുറച്ച് ലോഡ് കയറ്റാനുണ്ട്, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാമെന്ന്. ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളിവിടെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. വേണ്ട 10 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അതിൽ കയറി. പിന്നെ ഞങ്ങളായി അടുത്ത പണിക്കാർ. പുള്ളി ഓരോന്ന് പണിയെടുപ്പിക്കും, ഞങ്ങൾ പണിയെടുക്കണം. അങ്ങനെ 11 മണിക്കോ 11:45 കയറിയ ഞങ്ങൾ ഇറങ്ങണത് അവിടെ നിന്ന് 3:30 മണിക്കാണ്. 4 മണിക്കൂർ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങളെല്ലാ പണിയും ഇടിപ്പിച്ച് വൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്.
ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ലോഡൊക്കെ ഞങ്ങൾ ഫുള്ള് ഇതാ കയറ്റി കഴിഞ്ഞിരിക്കുകയാണ്. 2.5-3 മണിക്കൂർ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു അല്ലേ. ഇവിടുത്തെ പണിക്കാരനായി. എല്ലാം റെഡിയാ. ഓക്കെ, ഇനി പോയാൽ മതി. ടോപ്പ് വിറ്റ് ഗൈസ്. ഏതോ ഒരു ഫാക്ടറിയുടെ ഉള്ളിലെല്ലാം വന്ന് ഫുള്ള് ലോഡെല്ലാം കയറ്റിയിട്ടാണ് പോകുന്നത്. അപ്പം ലോഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ വണ്ടി എടുക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, എല്ലാം കഴിഞ്ഞ് ഇതാ ഈ ഗേറ്റിൽ കൂടി കിടന്നാൽ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും. മൂപ്പരിപ്പോൾ വരും. ഇനി മേലാൽ ഇച്ചേക്ക് ചെയ്തില്ല അല്ലേ. ഒറ്റ മൈൻഡ് സെറ്റ് ഇറങ്ങട്ടെ. ഗൈസ് കിടിലം വ്യൂ ഗൈസ്. ഇത് വേറെ ഏതോ രാജ്യമെല്ലാം വരണ്ടല്ലേ. ആ പശുവൊക്കെ മേഞ്ഞിങ്ങനെ നടക്കുക ഇമാതിരി വ്യൂവില്. മുന്നോട്ടുള്ള വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല. ഉസ്ബെക്കിസ്ഥാനിൽ കൂടിയാലോ. ഓക്കെ, ഈ സൈഡ് രക്ഷയില്ല. വലിയ മഞ്ഞുമല ഏറ്റവും പുറകിലാണ്. അതിൻ്റെ തൊട്ട് താഴെ സാധാ മലകൾ. ഇതൊക്കെ മഞ്ഞാവും കേട്ടോ. ഒരു ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ ജനുവരി ആകുമ്പോഴത്തേനും പിന്നെ ഫുള്ള് മഞ്ഞാവുന്നാണ് ഇവർ പറഞ്ഞത്. ഇവിടെ എല്ലാം മഞ്ഞ് വെക്കും. ഈ പോണ റോട്ടിലൊക്കെ മഞ്ഞ് വെക്കും. ഗൈസ്, ഇന്ന് ഇച്ചയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ച തീരുമാനം ഏറ്റവും സൂപ്പറായി. കാരണം അമ്മാരി വ്യൂ. എമ്മാരി വ്യൂ നോക്കി. ആ ഗ്രാമം നോക്കി അവിടെ ഉള്ള എല്ലാവർക്കും കാണില്ലേ. ഈ വീട്ടുകാരൊക്കെ ഒരു വ്യൂ ആലോചിച്ചിട്ട്. ഈ വീട്ടുകാരുടെ വ്യൂ എന്തായിരിക്കും അറിയാം. ഇപ്പുറത്തെ മലനിരകൾ. അവിടെ കടകളൊക്കെ ഓറഞ്ച്, ആപ്പിള് ഇതെല്ലാം വിറ്റുകൊണ്ടിരിക്കുന്നു. മോനെ, ഉസ്ബെക്കിസ്ഥാൻ മൈ ഫേവറേറ്റ് കൺട്രി ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മള് ഒരു രാജ്യത്തിന്റെ പല സ്ഥലങ്ങളും കാണാതെയാണ് പോണത്. ഗൈസ്, ഒരു രക്ഷയില്ല. നോക്ക്, നിങ്ങളെല്ലാവരും ഉസ്ബെക്കിസ്ഥാൻ വിസിറ്റ് ചെയ്യണം കേട്ടോ. ഈ താഴെക്കൂടെ പോകുന്ന റെയിൽവേ ട്രാക്കാണ് പോണത്. ഞാൻ കഴിഞ്ഞ വട്ടം അതിലേ പോയിട്ടുണ്ടായിരുന്നു. പൊളി. വോക്സാൽ അല്ലേ അവിടെ പറയാ? പോയിസ്ത് റെയിൽവേ ട്രാക്ക്. ട്രെയിൻ വരുന്നു. ഓക്കെ, ട്രെയിനുള്ള വ്യൂ ആലോചിച്ചു നിങ്ങള്. ഈ ട്രെയിനുള്ള വ്യൂ, ആ മലനിരകളായിരിക്കും അവർക്ക് ആ വ്യൂ. ഗൈസ്, ഒരു 10:30 ആയപ്പോൾ കയറിയതാ. ഇപ്പം 4 മണിയായി. ഇയാള് അടുത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടിരിക്കണ്. ഇനി ഇവിടുന്ന് എന്താണോ അറിയില്ല. ഇത് വാങ്ങാനാ, യാംബ്ലിങ്കി വാങ്ങാനാ, അല്ല ആപ്പിൾ വാങ്ങാൻ എന്തോ ഒരു സാധനം വാങ്ങണം. ആപ്പിൾ കൊള്ളാം. ആപ്പിൾ ഗൈസ്, മൂപ്പര് മക്കളമാരിയാ കണ്ടിരിക്കണേ. മൂപ്പര് ആപ്പിള് എന്തെല്ലോ വാങ്ങി. എന്നിട്ട് എടാ ആ വീട്ടിൽ ലോറി കൊണ്ടുവച്ചേ തുറക്കുന്നില്ലേ. ഒറ്റ വരി അത് നെക്കിയിട്ടൊരു വരി. മനസ്സിലായില്ലേ? എന്നാ ഉള്ളു കയറി വെച്ചോ. വൻ വിറ്റ് മോനെ. മൂപ്പര് നമ്മളെ വല്യപ്പാന്റെ പ്രായം ഉണ്ടാവില്ലേ. മൂപ്പര് നമ്മളെ ഫുള്ള് തഗ്ഗാണ്. ഇതൊക്കെയാണ് കടക്കാരൻ. വ്യൂ ഒരു രക്ഷയില്ല. സൺസെറ്റ് ആവാനായിട്ടോ. സമയം 4:30 ആയിട്ടോ.
ഞങ്ങളിങ്ങനെ കുന്ന് കയറി പോവാ. ഇപ്പൊ 1100 മീറ്റർ ഹൈറ്റിലായി. അങ്ങനെ നമ്മൾ സ്നേക്കിന്റെ അടുത്ത് എത്തി. ഇവിടെ സ്നേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് എന്നല്ല, സ്നോ എന്നാണ്, മഞ്ഞ്. ഇതുണ്ടോ, വൻ വ്യൂ ആണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമ്മൾ ഈ പോകുന്ന ലോറിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കാം. എവിടെയെങ്കിലും നിന്നാൽ അത് ഇനി അടുത്തൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാൻ. ഓക്കെ, വേറൊരു കാര്യമുണ്ട് ഇവിടെ ഏത് റെസ്റ്റോറൻറ്റിൽ കയറിയാലും മൂത്രമൊഴിക്കാൻ ഫ്രീ അല്ല ഇങ്ങനത്തെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് ഉണ്ടാവും, അവിടെ നമ്മൾ 2000 സോമ, അതായത് ഒരു 10 റുപ്യ 14 റുപ്യ കൊടുത്താൽ കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ 3000 20 റുപ്യ കൊടുത്താലാണ് ഓരോ നമ്മളെ കയറ്റി വിടുക. ഇത് കുറച്ച് നേരത്തെ വന്നീനുണ്ടല്ലോ, ഒരു രക്ഷയല്ല. ഇതിൻ്റെ എൻജിൻ ചൂടായി കത്തി മണക്കണ്ട ഗൈസ്. ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് ഫുള്ള് എന്താവും, ഇരുടാവും. അപ്പം എനിക്കൊന്നും കാണിച്ചു തരാൻ വേണ്ടി പറ്റൂല. അപ്പം അതിൻ്റെ മുന്നേ തന്നെ എല്ലാം കാണിച്ചു തരികയാണ്. വേറൊരു കാര്യം അറിയോ, സമയം 5 മണി. ആ ബോർഡിൽ നിങ്ങൾ കൊക്കാൻ കാണും, അവിടെ 77 കിലോമീറ്റർ. അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇനി ഞങ്ങൾ അടുത്ത വണ്ടി പിടിക്കണം. 199 കിലോമീറ്ററുള്ള ആൻറ്റിച്ചെല്ലെത്തണം. ഇതാണ് കോമഡി, നല്ല കോമഡിയാകും. നമ്മളൊരു 12 മണിയാകുമ്പോൾ എത്തും അല്ലേ? ഓക്കെ, വണ്ടിക്ക് പണി വെച്ചായിരുന്നു. നോക്ക്, ഇവിടെയുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ. അങ്ങനെ രാത്രി ആയിട്ടോ. ഇവിടുത്തെ ഒരു വെറൈറ്റി സംഗതി ഞങ്ങളിന്ന് കണ്ട്, പരസ്യം ചെയ്യുന്ന രീതി. അതായത് ഈ ഒരു ബണ്ണ് കണ്ടാ, ഈ ഒരു ബണ്ണ് നോണ് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറം അല്ലേ, 1-1.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ആ ചങ്ങായി പിന്നെ ഡ്രൈവർക്ക് ഇത് കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പൈസ കൊടുക്കാതെ ഇതിങ്ങനെ ഫ്രീ കിട്ടിയെന്ന്. നോക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് മില്യോൺ. നോക്കുമ്പോൾ എന്താണ് മില്യോൺ? ഇവിടുന്ന് വന്നിട്ട് സാധനം മേടിച്ചിട്ട് പോവാ. അവിടുന്ന് തന്നെ പരസ്യമല്ലേ, 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഈ ബ്രെഡിന്റെ പരസ്യം ഒരു ആരംഭിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു വിൽക്കുന്ന അടിപൊളി കൾച്ചറൊക്കെ, പൊള്ളി കൾച്ചർ. അങ്ങനെ ഫൈനലി രാത്രി എത്ര മണിയായി? 6. യെസ്, 6 ഇപ്പോൾ പുള്ളി നമ്മളെ ഇറക്കി വിട്ടിട്ട് അതാ പോകുന്നു. സംഭവം എന്താ അറിയാം, ഇനി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് 2 ആൾക്കും അറിയില്ല. ഇനിയൊരു കിർഗിസ്ഥാൻ വണ്ടി 10-250 കിലോമീറ്റർ പോകാനല്ലേ? ആൻറ്റിജനാണ് ചോക്ക് കിർഗിസ്ഥാൻ വണ്ടിന്ന്. ആൻറ്റിജൻ ആ അതാ. ഇവിടെ ചോദിക്കട്ടെ, ആ വണ്ടി തിറക്കിയപ്പോൾ അടുത്ത വണ്ടി കിട്ടി, ചോദിച്ചു നോക്കാം. കേറ്റില്ലാന്ന് തോന്നുന്നു. ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങൾക്ക് പുതിയൊരു വണ്ടി കിട്ടി. അടുത്ത ടൗണിലോട്ടില്ലേ, കൊക്കാൻ. രാത്രി ആയതുകൊണ്ട് ഒന്നും കാണണമെന്നില്ല. ഇത് മറ്റേ ലോറിനായിട്ട് സുഖം ഉണ്ടെന്ന് തോന്നുന്നു. സെറ്റ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ കൊക്കാണില്. അങ്ങനെ ഞങ്ങൾ 2ാമത് കയറിയ ബസ് ലോറിക്കാരനും പോവാണ് കേട്ടോ. ഇതാണ് നമ്മൾ 2ാമത് കയറിയ ലോറി. ഇനി ഞമ്മക്ക് പോവാൻ 150 കിലോമീറ്ററിന് മേലെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും മല്ലയ്യ? നല്ല കോട, ഭയങ്കര കോട. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒന്നും കണ്ണ് കാണാതെ എത്തിയേ, എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി.
നമുക്ക് ആ ചേച്ചിനോട് ചോദിച്ചു നോക്കാം എങ്ങനെ വണ്ടി കിട്ടും എന്തൊക്കെ ആക്കാം. ഗൈസ് നോക്കിയേ, ഫുള്ള് കോട. എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ രാത്രി 7:30 മണിക്കിന് നമ്മൾ പെട്ട് നിൽക്കുകയാണ്. ഓരോ അറിയുന്ന ആൻറ്റിജൻ അങ്ങോട്ടാണെന്ന്, അമ്മച്ചി അവിടെ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞ് വിട്ട്. ഇനിയിപ്പോൾ എങ്ങോട്ടാണാവോ ഒന്നും അറിയില്ല ഗൈസ്. നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഇവിടെ 2 പെണ്ണുങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പെപ്സി കടേൻ്റെ അവിടെ നിന്ന് കൊടുക്കണം, ഇവിടെ നിന്ന് കൊടുക്കണം. Uzlan telefondan chaqirib beryapti. Siz telefoningizdan nima qilib tushunmadim bularni. Anjom pita yozsam chiqmayapti. എൻ്റെ വരുന്നില്ല. ആൻറ്റിജൻ പിത്താത്ത്. Aloqa banki yonidamiz hali Yandex. Pitatning എന്താ? Pitatni stand. സ്റ്റാൻഡ്. Ideal. Ideal chaqiring. Bo'pti o'chiring. 0070. Anjom pitangizni shunga olib qo'yadi. Ishga keldilarmi? Ruski. Nima deyilardi? Where are you from? Hindustan. Shohruxxon. ഇവർക്കൊക്കെ എത്ര വയസ്സുണ്ടാവും? Qizlar aloqa bank kelibdi. Anaqa jo'natib boringlar, mashina jo'natib boringlar. ഓ ഞങ്ങളിവിടുത്തെ ബാങ്കിൻ്റെ മുന്നിലുള്ള കേസ്. Shu xolos. Aloqa bank. അലോക്ക ബാങ്ക്. കിട്ടിയോ? ഓ നല്ല ആൾക്കാർ കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് ടാക്സി വരെ പിടിച്ചു തന്ന്. Rusçani bilasizmi? Pulni qo'lingizda anaqa aytorasiz pulda. Biz shaka bormaymiz, bularga yo'l ko'rsatyapmiz. Anjom ketdik. നമുക്ക് വേണ്ടിയിട്ടല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? പാവം. Yo'q, biz endi mashina kutib turibdi. Где-то necha pul bo'ladi? 10 ming bo'ladi. Qaysi? Bo'pti. O'zlar biladi. Sapiza sizga bog'liq. Yomonot aytsa ko'radi, biladi. Bo'pti. Chiqinglar, chiqinglar. ഓക്കെ താങ്ക് യു ഗൈസ്. ഞങ്ങൾക്ക് കിട്ടുന്ന ഡ്രൈവർമാരെല്ലാം കണക്കാ. ഇവൻ ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് നടക്കുന്നത്. അല്ലാ പഠിച്ച് പൊളിക്ക്. ജീവനുണ്ട് നമ്മളടുത്തോട്ടോ. ഇല്ല എത്തൂല. കോമഡി അവിടെ. ഓനൊന്നും കാണുന്നില്ല, നമുക്ക് തന്നെ ഒന്നും കാണുന്നില്ല. ഗൈസ് അവരെ തട്ടിക്കൊണ്ടത്. എത്ര എണ്ണ ലാസ്റ്റ്? എത്ര പോകുന്ന വഴിക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ കൊടുക്കും. നിങ്ങളെ മുന്നിരിക്കണ ഫൈനലി ഞങ്ങൾക്ക് ഒരു ടാക്സി വിളിക്കേണ്ടി വരും. കാരണം രാത്രി അങ്ങനെ ആയി, ഇരുടായി. വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് പറയാല്ലേ നമുക്ക്. ഫൈനലി ഗൈസ് ഞങ്ങളവിടെ എത്തി. ആൻറ്റിജനിലെത്തി 10:30 ആയപ്പോൾ. വണ്ടി റഷ്യയിലാണെങ്കിൽ നിർത്തി തന്നേനെ. അങ്ങനെ നമ്മൾ ഫൈനലി ആൻറ്റിജനിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഹോട്ടലിവിടെ പറഞ്ഞെല്ലാം വെച്ചിക്ക് അറിയില്ല, ഇനി പോയിട്ടുണ്ട് സംസാരിച്ച് നോക്കാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ റൂമിലെത്തിയിട്ട് എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചത് ലാസ്റ്റ് 4-5 മണിക്കൂർ എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ.
ഫൈനലി നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ റൂം. പണ്ടത്തെ ഇവിടുത്തെ പ്രസിഡൻഷ്യൽ റൂമെല്ലാം തോന്നുന്നത് അത്രക്കും വലുതൊക്കെയാണ്. പഴയതാട്ടോ, ഭയങ്കര പഴയ 20 കൊല്ലം പഴക്കമുണ്ടാവും അല്ലേ? 20 കൊല്ലത്തിൻ്റെ മേലെ പഴക്കമുണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ മൈൻഡിൽ ഹിച്ച് ഹൈക്കിങ് ചെയ്ത് ഇവിടെ എത്താനാണ് ഉദ്ദേശിച്ചത്. അപ്പം പകുതി വരെ ഒരു ലോറിക്കാരെ നമ്മളെ കൊണ്ടുവന്നില്ല. വലിയാപ്പ നമ്മളെയും കൊണ്ട് പോവാത്ത സ്ഥലങ്ങളില്ല. നേരെ കമ്പനീൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ 4 മണിക്കൂർ ഓനെ കൊണ്ട് പണിയെടുപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ സാധനം കയറ്റുക, ഉപ്പാപ്പ ആപ്പിൾ വാങ്ങുമ്പോൾ അത് കൊണ്ടുവെക്കുക, ഇതൊക്കെ എല്ലാ പണി ഞങ്ങൾ ചെയ്യണം. അങ്ങനെ മൂപ്പരെന്താക്കി, ഏത് ടൗണിക്കാന്ന് പറഞ്ഞേ? ഫർഗാന എന്ന് പറഞ്ഞ ടൗണിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പര് ഹൈവേയിൽ ഇടവ് ഇറക്കിയിട്ടിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നു. അവിടെ നിന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു പച്ച ലോറിക്കാരനെ കിട്ടി. അയാളെ നമ്മളെ കക്കൂക്ക് അല്ലേ, കൊക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറക്കി. അങ്ങനെ കൊക്കാന്ന് വഴി തെറ്റി ഞങ്ങളെ 2 പെണ്ണുങ്ങൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് ഓരെന്നെ ടാക്സി എല്ലാം ബുക്ക് ചെയ്ത് ആൻറ്റിജനിലോട്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തോട്ടുള്ള ടാക്സി സ്റ്റാൻഡിലെത്തിച്ച് അവിടെ നിന്ന് ഞങ്ങൾ 1,20,000 സോമ് കൊടുത്തിട്ട് ഇവിടെ എത്തിയത് കേട്ടോ. ഇതാണ് ഇന്നത്തെ കഥ ഉണ്ടായത്. അവസാനം വട്ട് ഞങ്ങൾ ഇച്ച ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അപ്പോൾ ഇതിന് 8 മണി കഴിഞ്ഞ് തണുപ്പും ഭയങ്കര കോടയും, പിന്നെ അറിയാത്തൊരു രാജ്യം. പിന്നെ രാത്രി നമ്മൾ കയ്യാട്ടി ഇങ്ങനെ നിൽക്കണമെന്ന് ആരും കാണൂല കോട കാരണം. സോ ഫൈനലി ഞങ്ങൾ റൂമിലെത്തി. ഇതവിടെ നിൽക്കുകയാണ്. ഈ റൂമിൻ്റെ റേറ്റ് എത്ര അല്ലേ? 4,50,000 രൂപ. ഇത്രയേ ഉള്ളൂ. സോമാണ്, ബാക്കി നിങ്ങൾ കുട്ടിക്കോളി. സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.